അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇപ്പം നമ്മൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് ഒരാൾ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ നമ്മുടെ ലക്ഷ്യമായിട്ട് പറയാം? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഓരോരുത്തരുടെ മനസ്സിലേക്ക് പലതരത്തിലുള്ള ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഒരു അമ്മ തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഉമ്മ തൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന എന്നുവെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരമ്മ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചിട്ട് അവരുടെ മക്കൾക്ക് അവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം അതെനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അവനവൻ്റെ കാലിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സ്വന്തമായിട്ടൊരു തൊഴിലുണ്ടാവുക, ഒരാളുടെ സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റുക, ഒരാളിൽ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുക. ഇനി കല്യാണം കഴിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ആ പാർട്ട്ണറോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് സാഹചര്യവും നമ്മളിൽ നിന്ന് മാറി നിന്നാൽ എനിക്ക് സ്വയമേ ജീവിക്കാൻ പറ്റും എന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നത് നമ്മുടെ തൊഴിലാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. അത് വളർത്തിയെടുത്തിട്ട് മതി ബാക്കിയുള്ള സംസാരം എന്നുള്ളതാണ് എൻ്റെ പ്രൈമറി സംഭവം. ഇപ്പൊ എൻ്റെ പ്രൈമറി വാല്യൂ ഞാൻ അവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ അമ്മ പറയുന്ന കാര്യം. അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കലാണ് ജീവിതത്തിലെ ഏറ്റവും ഒരു വലിയ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാം ഉള്ളൂ എന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ അമ്മ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, പുരുഷന്മാർ പൊതുവെ ജോലി ഫിനാൻഷ്യലായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവർക്കുള്ളതുകൊണ്ട് അവരുടെ ജോലി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിക്കാറില്ല. പക്ഷേ പൊതുവെ സ്ത്രീകളോടാണിപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു എംപവർമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ജോലി ഉണ്ടായിരിക്കുക എന്നുള്ളതിനെ പറ്റി ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ തന്നെ പറയുന്നത് പ്രധാനമായിട്ടൊരു 2-3 കാര്യങ്ങൾ നമുക്ക് എടുക്കാം. അതായത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം. പിന്നെ ഈ ഒരു തൊഴിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, അതിനനുസരിച്ചുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും എന്നുള്ളത്. പിന്നെയുള്ളൊരു കാര്യം, നമ്മൾ മറ്റാരെയും ഡിപ്പെൻഡൻ്റ് ആവാതെ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു ജോലി കിട്ടുന്നതിലൂടെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നതിലൂടെ സാധ്യമാകും എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. ശരിക്കും നമ്മൾ മനുഷ്യന്മാരെ കുറിച്ച് ആലോചിച്ചാൽ തന്നെ മനുഷ്യന്മാർ എല്ലാവരെയും ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നൊരു ജീവിവർഗമാണ്. അതായത് അവരൊറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് ശരിക്കും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ചേ മതിയാവും. അത് നമ്മൾ ഫാമിലി ലൈഫിൽ മാത്രമല്ല, സൊസൈറ്റിയിലെ എന്ത് കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ആളുകളെ ആശ്രയിച്ചിട്ടേ നമുക്ക് ആ ഒരു നിലനിൽപ്പ് സാധ്യമാവുള്ളൂ എന്നുള്ളതാണ്. ഫാമിലിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിലുള്ള മുതിർന്ന ആളുകൾ അവരുടെ കുട്ടികളെ, വൃദ്ധരായിട്ടുള്ള ആളുകൾ കുട്ടികളെ ആശ്രയിക്കുന്നുണ്ട്. അതല്ലാതെ അവർക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ചെറിയ മക്കൾ അവരെ പാരൻസിനെ ആശ്രയിക്കുന്നുണ്ട്. ഇനി പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പം പരസ്പരം ആശ്രയിക്കാതെ എൻ്റെ കുട്ടി ഇൻഡിപെൻഡൻ്റ് ആവണം, അത് ഫൈനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും ജോലി ചെയ്തിട്ട് മറ്റുള്ള ആളുകളെ അല്ലെങ്കിൽ പാർട്ട്ണറെ ആശ്രയിക്കാതെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയുമ്പം ശരിക്കും വലിയൊരു സ്ട്രഗിളാണ് ആ ഒരു കുട്ടിക്ക് ഇട്ടുകൊടുക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പിന്നെ നമ്മൾ ഇത് യഥാർത്ഥത്തിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇത് പോസിബിൾ ആവുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ ഉണ്ട്. ഇപ്പോൾ റുഫൈഹ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മനുഷ്യന്മാരെന്ന് പറയുന്ന ഒരു സോഷ്യൽ ആനിമലാണ്. നമുക്ക് പരസ്പരം ഡിപ്പെൻഡഡ് ആയിട്ടല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ ഫിനാൻഷ്യലി പുരുഷന്മാരെ ഡിപ്പെൻഡ് ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ സിസ്റ്റം അനുസരിച്ച് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫാദറിനെ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളിതിൽ ഇത്രത്തോളം ഇൻഫീരിയോറിറ്റി ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് നമുക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്കൊരു അപകർഷതാബോധത്തിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ തോന്നുന്നു. കാരണം ഫൈനാൻഷ്യലി ഇപ്പോൾ നമ്മളെ പാർട്ട്ണറെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർ നമ്മളെയും അതുപോലെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഫിനാൻസിൻ്റെ കാര്യത്തിലല്ല, മറ്റു പല കാര്യങ്ങളിലും അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ചെയ്യാൻ കഴിയാത്ത പല റെസ്പോൺസിബിലിറ്റികളും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അതായത് ഗർഭം ധരിക്കുക, പ്രസവിക്കുക, കുഞ്ഞിനെ മുലയൂട്ടുക, അവരെ പരിചരിക്കുക എന്നുള്ളത് അവർക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നടക്കാത്തൊരു പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമാണ്.
അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അത്രയും റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ശരിക്കും നമുക്കൊരു പ്രൗഡ് ആയിക്കൊണ്ട് നമ്മുടെ പാർട്ട്ണറെ ശരിക്കും ഫൈനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് കേവലം സാമ്പത്തികമായ ഒരു വിഷയത്തിൽ മാത്രമല്ല വരുന്നത്. ഇപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് ഉണ്ട്. അതേപോലെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ റുഫി സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ അവരുടെ കുട്ടികളെ ഒരു ടാസ്ക്കാണത്. അതൊരിക്കലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് സാധ്യമായ സംഭവമല്ല. അപ്പോൾ പരസ്പരം ആശ്രയിച്ചുകൊണ്ടാണ്. സ്ത്രീ പുരുഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു, അത് നേരെ തിരിച്ചു സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ കൂടുതൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതും ഇങ്ങനെ എന്താ പറയുക വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസിൻ്റെ കാര്യത്തിൽ മാത്രമാകുന്നു. അത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകൾ ഒരു തരത്തിൽ ഒരു മോശമാക്കപ്പെട്ടവരായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥക്കെതിരെ നമ്മൾ സംസാരിച്ചേ മതിയാവുള്ളൂ. കാരണം നമ്മൾ പ്രൗഡായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒരു ഇത്, കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അതിലൊരു മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ അതിനെ കാണേണ്ടതില്ല എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ വരുന്നൊരു കാര്യം, നമ്മളെപ്പോഴും ഞാൻ എന്നുള്ള രീതിയിൽ, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ മാത്രം കാര്യങ്ങളെ കാണുമ്പോഴാണ് ഇത്തരം ഒരു പ്രശ്നം വരുന്നതെന്നാണ് തോന്നുന്നത്. കാരണം നമുക്കറിയാം, ഫാമിലീനെ ഒരു യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്താൽ ആ സിസ്റ്റത്തിൽ ഒരാൾ ഫിനാൻഷ്യലി പ്രൊവൈഡ് ചെയ്യുന്നു, ഒരാൾ അതല്ലാത്ത കാര്യങ്ങളിൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആവുന്നു എന്നുള്ളത്. അപ്പം നമുക്കറിയാം, നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ബയോളജിക്കലി ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. എല്ലാ വിധത്തിലും നമ്മളെന്താണ് ഡിഫറൻസസ്, നമ്മൾ സൈക്കോളജിക്കലി ആണെങ്കിലും നമ്മൾ ഈ തോട്ട് പ്രോസസ്സ്, അതുപോലെ നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ വ്യത്യസ്തരാണ്. അപ്പോൾ ആ ഒരു സംവിധാനങ്ങൾക്കനുസരിച്ചിട്ടുള്ള റോളുകളാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ളത്. അപ്പോൾ ആ റോളുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്ത് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി പുരുഷന് പോകുന്നു. അപ്പോൾ നമ്മുടെ ഈ ഫാമിലിയിലേക്ക് വേണ്ട ഫിനാൻസ് അവരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കുട്ടികൾ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ലേ ജീവിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഇത്രത്തോളം സംസാരിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ നേരത്തെ റുഫൈ സൂചിപ്പിച്ചതുപോലെ പുരുഷന്മാർ എന്താണ്, അവർക്ക് കുട്ടികൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തപ്പെടുക എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പിന്നെ ആഹാരം നൽകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്, മുലയൂട്ടുക, അങ്ങനത്തെ വിഷയങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ കഴിയാത്തതാണ്. അപ്പം അതിവിടെ പൂർത്തീകരിക്കുന്നത് ഈ സ്ത്രീ അല്ലെങ്കിൽ ഭാര്യയാണ്. അപ്പോൾ അവിടെ ഒരിക്കലും അതിന് നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്യരുത് ഒരു രീതിയിലുള്ള റീഡിങ് ഒരിക്കലും നമ്മളെ സൊസൈറ്റിയിൽ വരുന്നില്ല. പകരം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൽ മാത്രമാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മളെ ബയോളജിക്കലായിട്ടുള്ള സംവിധാനങ്ങൾ അനുസരിച്ച് നമ്മൾ ഇത്തരം ഒരു റോള് ചെയ്യാൻ നമ്മളെന്താണ് അത് നമ്മളിലുള്ള ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഫിനാൻസ് കൂടെ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കാര്യത്തിൽ ഫിനാൻസിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഇതാണ് എംപവർമെൻറ്റ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് വഹിക്കേണ്ടതില്ലാത്ത ഒരു സ്ട്രഗിള് നമ്മളെ ചുമലിൽ വെച്ച് തരുന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതായത് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രിവിലേജിനെ നിങ്ങൾ അത് വേണ്ടാന്ന് വെക്കണം എന്ന് പറയുന്ന രൂപത്തിൽ. അതാ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ വേറൊരു വിഷയം കൂടെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളുടെ ഒരു കൾച്ചറൽ ഇഫക്റ്റ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓരോ ഫാമിലിയും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കൂടിയും പണം ചെലവഴിക്കുകയും അവരുടെ പാർട്ട്നേഴ്സിന് അത് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് എന്തിനാണ് ഇപ്പോൾ അത്രയും പൈസൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യത്തെയും കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ശരിക്കും ഇസ്ലാമിക്കലി അങ്ങനെ തന്നെയാണല്ലോ, പുരുഷന്മാർ ചെയ്യുന്ന അതുപോലെ തന്നെ അവർ പൈസ ചിലവാക്കുന്ന അതേ വിഷയങ്ങൾ സ്ത്രീകൾക്ക് വരുന്ന സമയത്ത് അവർക്കും കൊടുക്കണം. അവർ ഏത് ഒരു ബ്രാൻഡഡ് ഷർട്ട് ധരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ല മൂല്യമുള്ള വസ്ത്രം ആ സ്ത്രീക്കും പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഫുഡിന്റെ കാര്യത്തിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. അതായത് നീ ഭക്ഷിക്കുകയാണെങ്കിൽ അവൾ അതേ രൂപത്തിൽ എന്ത് ചെയ്യുക, അവൾക്ക് ഭക്ഷണം നൽകുക. നീ ഒരു വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യണം, അതേ രൂപത്തിൽ അത് പ്രൊവൈഡ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ റുഫൈഹ പറഞ്ഞതുപോലെ തന്നെ കുറേ കൾച്ചറൽ ആയിട്ടുള്ള സ്വാധീനങ്ങൾ നമ്മളൊക്കെ ഫാമിലി ലൈഫുകളിൽ വന്നിട്ടുണ്ട്. നമ്മൾ അതിനെ നിഷേധിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ആളുകൾ പ്രതികരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകും. പലപ്പോഴും പല ആവശ്യങ്ങളും ഉന്നയിച്ച് ആ വീട്ടിലെ സ്ത്രീ അവരെ പുരുഷന്മാരെ സമീപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെ ഗൃഹനാഥനെ സമീപിക്കുകയാണെങ്കിൽ അവർ പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ബട്ട് ഇത് മൊത്തത്തിലുള്ള ഒരു സൊല്യൂഷൻ അല്ല എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ പറയാനുള്ളത്. അതായത് സ്ത്രീ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിനോടാണ് നമുക്ക് ശക്തമായ വിയോജിപ്പുള്ളത്.
യഥാർത്ഥത്തിൽ അത് അവളുടെ ബാധ്യതയല്ല. ഈ ഫിനാൻഷ്യലി അവൾ ഇൻഡിപെൻഡന്റ് ആവുക, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആവാത്ത ഒരു ലേഡി അവര് എന്തോ മോശമാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് വേസ്റ്റ് ആയി എന്നുള്ള തരത്തിലേക്ക് വരുന്ന ചിത്രീകരണങ്ങൾക്കാണ് വലിയൊരു പ്രശ്നമുള്ളതായിട്ട് കാണുന്നത്. യെസ്, നമ്മളെ ഫാമിലിയിൽ തന്നെ അങ്ങനെ ജോലി ചെയ്യാത്ത സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുകയും അല്ലെങ്കിൽ അവർ പറയുന്ന അവരുടെ വോയിസിന് തീരെ വാല്യൂ കൽപ്പിക്കാത്ത രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. നമ്മൾ ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നതിനെ ജോബുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ സമൂഹത്തിലുള്ളൊരു തെറ്റായ ധാരണ, അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരുന്ന അങ്ങനെയുള്ളൊരു ധാരണയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജോലി ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി അവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ കഴിവിന്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന്, അല്ലെങ്കിൽ നമ്മുടെ സമയത്തിന് എല്ലാ രീതിയിലും തൊഴിൽ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാത്രമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. കാരണം നമ്മൾ ഒരു ഫാമിലി ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഒരു സൊസൈറ്റിയുടെ മുന്നോട്ടുള്ള ഒരു ഗമനത്തിന്, അല്ലെങ്കിൽ ആ ഒരു ഇതിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫാമിലി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഒരാൾക്ക് ഫാമിലി ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാമിലി നല്ല രീതിയിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടാവുമെന്ന് നമുക്ക് ആലോചിക്കാം. പക്ഷെ മൊത്തമായി അതൊരു സമൂഹത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ജോലി, അല്ലെങ്കിൽ അതിലൂടെ അവർ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആകുന്നു. അപ്പോൾ ഇതൊക്കെ റെസ്പെക്റ്റിനുള്ള ഒരു മാനദണ്ഡമായിട്ടൊക്കെ പലപ്പോഴായിട്ട് ആളുകൾ കണ്ട്, യഥാർത്ഥത്തിൽ ഈ ജോലിയും അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മറ്റ് ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളുമാണോ ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ ഹാപ്പിയാക്കി നിർത്തുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പം അതായത് ലിമിറ്റഡ് ടൈമിലേക്ക് നമുക്ക് ഹാപ്പിനെസ് നൽകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പഠനത്തിൽ പറയുന്നത് മാർട്ടിൻ സെലിഗ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ദ ഓതൻറ്റിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരുപാട് സർവേകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു റിപ്പോർട്ടുകളായിട്ട് ഒരിക്കലും ഒരു മനുഷ്യനെ സന്തോഷവാനാക്കി നിർത്തുന്നത്, അതായത് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹാപ്പിനെസ് അയാൾക്ക് കൊടുക്കുന്നത് ജോലിയോ അയാൾ ഉപയോഗിക്കുന്ന കാറോ അല്ലെങ്കിൽ അയാളുടെ വീടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. നമ്മളൊരാളുടെ ലൈഫ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ അയാൾ ഭയങ്കര സക്സസ്ഫുൾ ആയി എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുക എന്താണ്, അവർക്ക് ലഭിച്ചിട്ടുള്ള ഇത്തരം സൗകര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹം അതിൽ കൺക്ലൂഡ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഹാപ്പിനെസ് കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട്, ഫസ്റ്റ് കാര്യമായിട്ട് അദ്ദേഹം എണ്ണുന്നത് ഫാമിലിയാണ്. പിന്നെ രണ്ടാമത് വരുന്നത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള അവരുടെ ഒരു വെൽബീയിങ് ആണ്, ഒരു ഹെൽത്ത് റിലേറ്റഡ് ഒരു സംഭവമാണ്. മൂന്നാമത്തെ കാര്യമായിട്ട് വരുന്നത് അവരുടെ ഒരു റിലീജനാണ്. അവരൊരു മതവിശ്വാസി ആയിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു ഹാപ്പിനെസ് നൽകുന്ന കാര്യമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത് അവർ ചുരുക്കുക. അതായത് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ കാണുന്ന കുറേ സംഭവങ്ങളല്ല, ഇത് ദീർഘകാലം നടന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ, സർവേകളുടെ അടിസ്ഥാനത്തിൽ അവർ പറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ 1-2 ആളുകളിലേക്ക് നോക്കി ഇതിനെ ലിമിറ്റ് ചെയ്യാതെ ഒരു വലിയൊരു ക്രൗഡിനെ എടുത്ത് പഠനം നടത്തി അവരിലുള്ള ഒരു റിസൾട്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ ഒരു കൺക്ലൂഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഈ കാര്യം പറയുന്നത്. യെസ്, അതേപോലെ തന്നെ ഇപ്പോൾ US ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തൊഴിൽ ഡാറ്റ ഉണ്ട്. 2025 തന്നെയാണ് അത് നടക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് 2,12,000 സ്ത്രീകൾ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്തിട്ട് പോരാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് അതിലേറ്റവും മെയിൻ ആയിട്ടുള്ളൊരു റീസൺ അവർ പറയുന്നത് ഞാൻ കുട്ടിയുടെ കൂടെ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ഒരു പെണ്ണിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു മാതൃത്വം, അല്ലെങ്കിൽ കുട്ടികളെ പരിചരിക്കുക, കുട്ടികളെ കുറച്ചും കൂടി കളിപ്പിക്കുക, കൊഞ്ചിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷേ ഫെമിനിസം പോലുള്ള ഈ മോഡേൺ തിയറികൾ പറയുന്നത് നമ്മൾ അതെല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ജോലി, അതുപോലെ തന്നെ കരിയർ, ഇതിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കണം, അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ നമ്മൾ ആയിത്തീരണം എന്നുള്ളിടത്തേക്കാണ് ഈ തിയറികൾ എത്തിക്കുന്നത്. പിന്നെ പലപ്പോഴും നമുക്ക് കാണാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ജോബ് നേടുക അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതിന് ഇത്രത്തോളം പ്രാധാന്യം കിട്ടുന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മളെ ജീവിതത്തിലുള്ള ഒരു സക്സസ് അല്ലെങ്കിൽ നമ്മളെ ഹാപ്പിനെസ്സിന് നമ്മളെപ്പോഴും ഒരു അച്ചീവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് കാണുന്നത്. അതായത് നമുക്ക് വളരെ ഉയർന്ന ഒരു ജോലി ലഭിക്കുക, ഒരുപാട് പണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വലിയ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ ഉണ്ടാക്കുക, ഇതിലൂടെ മാത്രമാണ് നമ്മൾ സക്സസ് ആവുക. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നും നേടുക, അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളത് മോശം കാര്യമാണെന്നോ അത് വേണ്ട എന്നോ അല്ല നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മാത്രമാണ് എന്നതിലേക്ക് ഇനി പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് മറ്റു പലതും യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്.
അപ്പോൾ നമുക്ക് എന്താണ് എപ്പോഴും വളരെ അച്ചീവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പലപ്പോഴും ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നുണ്ടാവുക. ഇതിൻ്റെ അർത്ഥം അച്ചീവ്ഡ് ആയിട്ടുള്ള എല്ലാ ആളുകളും എന്താണ് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നല്ല. പക്ഷെ നമുക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ മെജോറിറ്റി അങ്ങനെ കാണാം. പക്ഷേ നമുക്കിവിടെ കുറച്ചുകൂടി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ്, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരുപാട് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുക, നമ്മൾ ഈ ഒരു അച്ചീവ്മെൻറ്റുകൾ നേടാൻ ശ്രമിക്കുന്നതിനിടയിലും ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പൊതുവെ വ്യതിചലിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മറ്റേ ഓസ്ട്രേലിയൻ ടെന്നീസ് പ്ലെയർ ആയിരുന്ന ഈ ആഷ്ലി ബാർട്ടി എന്ന് പറഞ്ഞിട്ട് അവരൊരു വേൾഡ് നമ്പർ 1 പ്ലെയർ ആയിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ അവർ ടെന്നീസിൽ നിന്ന് പെട്ടെന്ന്, അതായത് ലൈഫിൽ ഒരു സക്സസ്ഫുൾ ആയി എന്ന് നമ്മൾ പറയുന്ന ഒരു സമയത്ത്, സക്സസ്ഫുൾ ആവാൻ അത്രയും ആ ഒരു നമ്മൾ കാണുന്ന കുറേ ഒരു സ്കെയിലിൽ നിൽക്കുന്ന ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, അവർ പെട്ടെന്ന് എന്താണ് വിരമിക്കുകയാണ് ചെയ്യുന്നത്. അത് അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള അത്രയും വിൻ ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ അവർ പെട്ടെന്ന് ലീവ് ചെയ്യാണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം വെച്ചാൽ, എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്തിനാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഞാൻ എൻ്റെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാണ്, അവരതിന്ന് ലീവ് ചെയ്യാണ്. കാരണം അതായത് അങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആൾ പോലും എന്ത് ചെയ്യാണ്, അവർ ഇത്തരത്തിലുള്ള ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈ കാര്യം പറഞ്ഞ സമയത്ത് എനിക്ക് അതൊന്ന് കൂട്ടി വായിക്കാൻ തോന്നി ഈ ഒരു സംഭവം. കാരണം നമ്മൾ ഇപ്പോൾ കായിക ലോകം ഒരു ഞെട്ടലോട് കൂടി കേട്ടൊരു വാർത്തയായിരുന്നു ആ സംഭവം. അപ്പോൾ അതൊരു പോസിബിൾ ആകുന്ന കാര്യം മീൻസ് അതല്ല, ഒരു ഫാമിലിക്ക് അവിടെ പ്രയോറിറ്റി കൊടുക്കാൻ അവർക്ക് സാധിച്ചു. കാരണം അവരേറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഫാമിലിയാണ് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ അച്ചീവ്മെൻറ്റും സക്സസ് ഇത് മാത്രമല്ല ലൈഫിൽ നമ്മൾ കാണുന്ന കുറേ അളവുകോലുകൾ വെച്ചിട്ട് അത് മാത്രമാണ് ലൈഫിൽ എല്ലാം എന്ന് പറയുന്നിടത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവരുടെ ലൈഫൊക്കെ വെച്ച് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവരെന്തിലേക്ക് തിരിച്ചു വന്നു, അത് അവരവരുടെ വിജയത്തെ ഒഴിവാക്കി എന്നല്ല പറയുന്നത്, സമാധാനത്തിന് പ്രയോറിറ്റി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കാര്യം കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വരാം. അപ്പോൾ ഇതിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഒരു ജോലി നേടുക അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഒരു ഉയർന്ന പൊസിഷനിൽ എത്തുക എന്നുള്ളതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മാത്രം ജീവിക്കാനുള്ളവരാണോ സ്ത്രീകൾ എന്നുള്ള രീതിയിലൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു തോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളൊരു കാര്യം, ഇസ്ലാം സ്ത്രീക്ക് നൽകിയിട്ടുള്ളത് എന്താണ്, ഓപ്ഷണലാണ്. അതായത് നമുക്ക് ജോലി ചെയ്യാം, ജോലി ചെയ്യാതിരിക്കാം. ജോലി ചെയ്യുന്ന സ്ത്രീക്ക് കൂടുതൽ പ്രാധാന്യം, ചെയ്യാത്ത സ്ത്രീക്ക് അത്രത്തോളം പ്രാധാന്യമില്ല എന്നുള്ള രീതിയിലല്ല ഇസ്ലാം കാണുന്നത്. ഇപ്പോൾ കാരണം നമുക്കറിയാം, നമ്മൾ ഈ ഒരു കുടുംബ പരിപാലനവും പിന്നെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ സമയവും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കരിയറിസ്റ്റിക് ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയണം എന്ന് ഇല്ല. അപ്പോൾ ആ സമയത്തൊക്കെ, ഇനി അതല്ലാത്ത സമയത്ത് നമ്മളെ സാഹചര്യങ്ങൾ അനുകൂലമായി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ജോലിക്ക് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നതാണ്. പക്ഷേ ഈ നമ്മളെ പ്രൈമറി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ജോലിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ആളുകൾ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അല്ല, അല്ലെങ്കിൽ അവർ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളല്ല എന്നുള്ള തോട്ടൊക്കെ യഥാർത്ഥത്തിൽ മോഡേൺ തിയറികളാണ് നമ്മളെ സമൂഹത്തിൽ ഇൻജെക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇസ്ലാം പക്ഷെ അവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്. ഇപ്പോൾ നമുക്ക് നോക്കാം, ഒരു സ്ത്രീ ഞാൻ ഹൗസ് വൈഫായിട്ട് ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നതിന് നമ്മളെ സമൂഹം നോക്കിക്കാണുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളത് വളരെ പുച്ഛത്തോടെയാണ് അവരെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ ഇത്രയും പഠിച്ച് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, ഇത്രയും ക്വാളിഫിക്കേഷൻ അവർക്കുണ്ട്, എന്നിട്ടും അവർ ജോലിക്കൊന്നും പോകുന്നില്ലേ എന്നുള്ളൊരു ചോദ്യവുമായിട്ടൊക്കെ ആളുകൾ അവരെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ശരിക്കും ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഹാപ്പിനെസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കാം അത്. പക്ഷെ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെയൊന്നുമല്ല, ജോലി ചെയ്താൽ മാത്രമാണ് സന്തോഷം ലഭിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടത്. നമ്മൾ പല ജോലി സ്ഥലത്തെയും മെൻ്റൽ സ്ട്രഗിളുകളെ കുറിച്ചും, അതായത് ഇപ്പോൾ ഒരുപാട് പല ആത്മഹത്യകളുടെ കേസുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വായിക്കുന്നുണ്ട്. കാരണം ഒരു സ്ത്രീ അവള് ജോലിയല്ല തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇസ്ലാം അതിനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്.
യെസ്, അവൾ ജോലിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യും, അവളുടെ പ്രൈമറി ആയിട്ടുള്ള അവളുടെ റെസ്പോൺസിബിലിറ്റീസ് അവൾ പൂർത്തീകരിച്ച ശേഷം അവൾക്ക് ജോലിക്കും പോകാനുള്ള അനുവാദമുണ്ട്. ബട്ട് ഈ മോഡേൺ തിയറികൾ നമ്മുടെ മുന്നിൽ ജോലി അല്ലാതെ മറ്റൊരു ഓപ്ഷനേ വെക്കുന്നില്ല. അപ്പൊ ശരിക്കും അവരാണ് സ്വാതന്ത്ര്യം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്രീഡം നൽകുന്നത് എന്ന് പറയുമ്പോൾ പോലും ഇതൊരു പാരഡോക്സ് ആയിട്ടാണ് തോന്നുന്നത്, ഒരു വിരോധാഭാസമാണ്. കാരണം ആ ഒരു ഓപ്ഷൻ, ജോലി ചെയ്യാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും അവർ നൽകുന്നില്ല എന്നുള്ളതാണ്. ഈ മോഡേൺ തിയറികൾക്കൊക്കെ ഒരിക്കലും സ്ത്രീക്ക് ജോലി ഒരു ഓപ്ഷൻ ആയിട്ട് കൊടുക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറെ ആശയങ്ങൾ അതോടുകൂടി തന്നെ തകരും. കാരണം അബ്സല്യൂട്ട് ഇക്വാലിറ്റിനെയൊക്കെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന ഫെമിനിസം പോലുള്ള ആശയങ്ങൾക്ക് ഒരിക്കലും സ്ത്രീക്ക് അവിടെ എന്തല്ല, ജോലി ഒരു ഓപ്ഷൻ അല്ല. ബട്ട് അവരെന്താ, നിർബന്ധമായും അവിടെ സ്ത്രീകൾ ജോലി ചെയ്തിരിക്കണം, അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാൻ പോലുള്ള ഒരു സാഹചര്യം എന്തില്ല, അവർക്കില്ല. അപ്പോൾ ഒരു നിരന്തരമായ ഒരു സ്ട്രഗിളിലേക്ക് മനഃപൂർവ്വം സ്ത്രീകളെ തള്ളിയിടാണ്. എന്നിട്ട് എന്ത് ചെയ്യും, അത് വലിയ പുരോഗമനമായിട്ടും ജോലി ചെയ്യാതിരിക്കാനുള്ള സ്ത്രീയുടെ ഒരു സ്വാതന്ത്ര്യത്തെ ഭയങ്കര അടിച്ചമർത്തലാണ്, അവർ ഭയങ്കര ഒപ്രസ്ഡ് ആയിട്ട് അവരിങ്ങനെ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ള രൂപത്തിലേക്ക് ചിത്രീകരിക്കുന്ന ഒരു പ്രവണത നമുക്ക് വല്ലാതെ കാണാൻ പറ്റും. നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, പൊതുവേ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്കും തോന്നുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ വിവാഹത്തോടു കൂടി നമ്മൾ മാറ്റി വെക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കുടുംബ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഒരു ഫാമിലി എന്ന രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, നമ്മളെ കരിയറിൽ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊരു വിഷമം എല്ലാവർക്കും പൊതുവെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കുന്ന മറ്റൊരു വിഷയം, ജോലിക്ക് വേണ്ടി പുരുഷന്മാർ പുറത്തു പോകുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാ പുരുഷന്മാരും അവർക്ക് ഇഷ്ടപ്പെട്ട ജോലിയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ കരിയർ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കരിയർ അല്ലെങ്കിൽ പാഷൻ എല്ലാവർക്കും പിന്തുടരാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ ആളുകളും ചെയ്യുന്ന വൈറ്റ് കോളർ ജോലികളിലേക്ക് എല്ലാവരും എത്തിപ്പെടുന്നുമില്ല. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഫിസിക്കലി പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് കുടുംബത്തെ പോറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് പുരുഷന്മാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിക്കും ഒരു AC റൂമിലിരുന്നു കൊണ്ട് ഒരു സ്ക്രീനിൽ മുമ്പിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ശമ്പളം അക്കൗണ്ടിലേക്ക് വരുന്നത് മാത്രമാണ് നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കംഫർട്ടബിൾ ആയ ജോബുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ സ്ട്രഗിൾ ഈ ഒരു ജോലിയിൽ ഉണ്ട് എന്നുള്ളതും എനിക്ക് തോന്നുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള കൺക്ലൂഷൻസ് ഒക്കെ സാധാരണ എത്തുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കണ്ടിട്ട് മാത്രമാണ്. നമ്മളിപ്പം എന്താ പറയുക, മൊത്തത്തിൽ പുരുഷന്മാർ അവർ ജോലിക്ക് പോകുന്നു, അവർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, ബട്ട് വലിയൊരു വിഭാഗം ഇതിന് പുറത്ത് തൻ്റെ ഫാമിലിയെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നന്നായി സ്ട്രഗിൾ ചെയ്യുന്നു. കാരണം അവർക്കത് നിർബന്ധമായും അവർ ചെയ്യേണ്ട കാര്യമാണ്. പ്രവാസികളെ വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അവരെത്രത്തോളമാണ് ഒരു ഫാമിലിയുടെ കൂടെ ജീവിക്കാനുള്ള സമയം അവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് അവർ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഭക്ഷണമാണെന്നുണ്ടെങ്കിലും ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിലും അതിലൊന്നും ഒരു ശ്രദ്ധ കൊടുക്കാതെ ഓരോ മാസവും തൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഭർത്താക്കന്മാരെ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും അവരുടെയൊക്കെ ജീവിതത്തിൽ മറ്റ് ആസ്വാദനങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ നാട്ടിലെത്തുന്ന അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്ന അല്പസമയം മാത്രമാണ് അവർക്ക് ജീവിതത്തിൽ അത്രത്തോളം സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സമയം. അപ്പോൾ അതായത് എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും ഇങ്ങനെ ഈ ഒരു റോളുകളിൽ പരാതികൾ പറയാതെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അത് സന്തോഷത്തോടു കൂടി നിർവഹിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു കൂട്ടു പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഫാമിലി ഏറ്റവും സമാധാനപരവും സന്തോഷപൂർണവുമായിട്ട് തീരുന്നത്. അതിലൂടെ നമ്മൾ ഓരോ വ്യക്തികൾക്കും പിന്നെ അവരുടെ ജീവിതത്തിലൊരു സമാധാനം ലഭിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ജോലിയുടെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ അത് ഓരോരുത്തരുടെ സാഹചര്യവും അനുസരിച്ച് വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യവും ജനറലായിട്ട് പറയാൻ കഴിയില്ല. നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലമായി വരുമ്പോൾ സ്ത്രീകൾക്ക് ജോലിക്ക് പോകാം എന്നൊരു ഓപ്ഷൻ ഇസ്ലാമിൽ ഉള്ളത് തന്നെ എന്താണ്, അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരിക്കലും എവിടെയും സ്ത്രീകൾ ജോലിക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല, സ്ത്രീകൾ വിദ്യാഭ്യാസം നേടരുത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ വിദ്യാഭ്യാസം നേടി അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് നമുക്ക് ജോലി നിർബന്ധമാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള ധാരണ. പക്ഷേ നമുക്ക് കുടുംബത്തിലുള്ള നമ്മുടെ റോള് കുടുംബ പരിപാലനം എന്നത് ആയതുകൊണ്ട്, അല്ലെങ്കിൽ കുട്ടികളിൽ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, ഗർഭധാരണം, നമ്മൾ ആ മാതൃത്വത്തിൻ്റെ സ്റ്റേജുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ശരിക്കും നമുക്കൊരു ബേർഡനായി വരരുത് എന്തുണ്ട്
എന്നുള്ളത് കൊണ്ടാണ് ഇസ്ലാമിൽ അതൊരിക്കലും നിർബന്ധമാക്കാത്തത്. ഓപ്ഷണലായിട്ട് വെച്ചിട്ടില്ല. ഇപ്പോൾ ഹുദ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ കരിയറിന് പിന്നാലെ അല്ലെങ്കിൽ ഒരു ജോബിന് പിന്നാലെ നമ്മളിങ്ങനെ സ്ത്രീകൾ പോകുന്നതോടൊപ്പം സ്ത്രീകളുടെ കേസിലായിക്കോട്ടെ പുരുഷന്മാരുടെ കേസിലായിക്കോട്ടെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയെ ഇല്ലാതാക്കുന്നതാണ്. അത് മൊത്തത്തിൽ നമുക്ക് ഒരുപാട് പഠനങ്ങളും കാണാൻ കഴിയും. കാരണം കരിയറിസത്തിന് പിന്നാലെ ഓടുന്ന ഒരു സൊസൈറ്റിക്ക് ഒരു ഈഗോയിസ്റ്റിക് ആയിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതേസമയം ഓരോ പുരുഷന്മാരെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നല്ല ലെവലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ പിന്നെയും പണത്തിന് വേണ്ടിയിട്ട് മറ്റ് ചില ബിസിനസ്സുകൾ ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പണത്തിന് പിന്നാലെ ഓടുക എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചും എന്താണ് ഒരു ശരിയല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ജീവിക്കാൻ മറന്നു പോകും. കാരണം നമ്മൾ ജോബ്, നമ്മുടെ കരിയർ, നമ്മൾ ഈ പണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നീഡ്സിന് എന്ത് ചെയ്യാനാണ്, സാറ്റിസ്ഫൈ ചെയ്യാനാണ്. അതിലൊരു പരിധിക്കപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സമ്പാദിച്ച് ജീവിക്കാൻ മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ കരിയറിസത്തിന് പിന്നാലെ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ആര് പോയി കഴിഞ്ഞാലും അവിടെ അവരുടെ പ്രയോറിറ്റികൾ മാറുകയാണ്. അവിടെ പ്രയോറിറ്റികൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഫാമിലി ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പം നമ്മളെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ഫാമിലി തന്നെ ആയിരിക്കണം. കാരണം ഒരു പുരുഷൻ ഏൺ ചെയ്യുന്നതായിക്കോട്ടെ ഒരു സ്ത്രീ അവളുടെ ലൈഫ് അവൾ കൊടുക്കുന്നതായിക്കോട്ടെ, അതായത് ഇപ്പോൾ കുട്ടികളെ പരിപാലിക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അവൾ അതിനോടൊപ്പം തന്നെ അവൾ ഏൺ ചെയ്യുന്നതാണെങ്കിൽ പോലും അവളുടെ ലൈഫിന് വേണ്ടിയിട്ടാണ്, അവരുടെ ഫാമിലി ലൈഫിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇതിനെല്ലാത്തിനും അപ്പുറം നമ്മുടെ ഫാമിലി ലൈഫിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ വേവലാതികളും മറ്റു കാര്യങ്ങളൊക്കെ തീരും. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ജീവിക്കാൻ വേണ്ടി മറന്നു പോവാതെ നമ്മുടെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് ഉള്ളൊരു ജീവിതമാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സർവേ പോലെയൊക്കെ തന്നെ മനുഷ്യന് ആത്യന്തികമായിട്ടുള്ള സമാധാനം പ്രൊവൈഡ് ചെയ്യാൻ കുടുംബ സംവിധാനങ്ങൾക്കേ കഴിയുന്നുള്ളൂ. അതൊരു ട്രൂത്താണ്, അല്ലെങ്കിൽ അതൊരു നമ്മൾ സമൂഹം അല്ലെങ്കിൽ ഈ ലോകം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു റിയാലിറ്റിയാണ്. അപ്പം നമ്മൾ എന്ത് വാദിച്ചു കഴിഞ്ഞാലും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് തരാൻ മറ്റ് പലതിനും കഴിഞ്ഞെന്ന് വരാം. ബട്ട് ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഈ സിസ്റ്റത്തിനെ കഴിയുന്നുള്ളൂ എന്നുള്ളത് കാലം തെളിയിച്ചതാണ്. ഒരു മുസ്ലിം ആയിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പരലോക വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളിലൊന്നും, അതായത് ഭൗതികമായിട്ടുള്ള ജോലികൾ, ഒരു വലിയ കാറ് വാങ്ങിക്കുക അല്ലെങ്കിൽ വീട് വെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവൻ്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗം നേടുക അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമുക്ക് സമാധാനപൂർവ്വമായിട്ടുള്ളൊരു ജീവിതം നമുക്കുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ ദുനിയാവിലെ നഷ്ടങ്ങൾ നമുക്കൊരു നഷ്ടങ്ങളാവില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് നമുക്ക് പലതും ത്യജിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായൊരു സംതൃപ്തിയോ അല്ലെങ്കിൽ പൂർണ്ണമായൊരു നീതിയോ ലഭ്യമാകുന്നിടല്ല നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവ് എന്ന് പറയുന്നത്. ബട്ട് ഈ കാഴ്ചപ്പാടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമായിരിക്കും. കാരണം അവരുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിജയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടുത്തെ നല്ല ജോലിയായിരിക്കാം, നല്ല ജീവിതമായിരിക്കാം. ബട്ട് അതിനപ്പുറം അവർക്ക് മറ്റൊരു ലോകം ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് നമുക്ക് ഇവിടെ നമുക്ക് ലഭിക്കുന്ന നഷ്ടങ്ങളായിക്കോട്ടെ നമ്മുടെ നേട്ടങ്ങളായിക്കോട്ടെ ഇതൊക്കെ നമുക്ക് താൽക്കാലികമായ സംഭവങ്ങളാണ്. നമുക്ക് ഇതിന് പകരം നമ്മളുടെ സ്വപ്നം പൂവണിയേക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ ഒരു സ്വപ്ന ജോലിയിലേക്ക് ഒരു കരിയറിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്തത് ഒരു പക്ഷേ നാളെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അതിനേക്കാൾ ഇരട്ടി പ്രതിഫലം അവിടുന്ന് ലഭിക്കുന്ന ഒരു കാര്യമായേക്കാം. അതുകൊണ്ട് തന്നെ ഒരു പരലോക വിശ്വാസമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വപ്നങ്ങൾ ഇവിടെ നിന്ന് തന്നെ റിയാലിറ്റി ആകാൻ കഴിയാത്തത് കൊണ്ട് വിഷമിക്കാനോ പ്രയാസം അനുഭവിക്കാനോ പാടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മളൊരു മുസ്ലിം ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ലഭിക്കാതെ പോയിട്ടുള്ള നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നമുക്കുള്ളൊരു പരീക്ഷണങ്ങളാണ് എന്ന് നമുക്ക് കരുതാം. പിന്നെ അതുപോലെ നമുക്ക് നേരിടുന്ന ഓരോ പരീക്ഷണങ്ങളും നമുക്ക് എന്താണ് അള്ളാഹു നമ്മുടെ അക്കൗണ്ടിലേക്കുള്ള നമ്മുടെ പരലോക ജീവിതത്തിലേക്കുള്ള നമുക്കുള്ള ബെനിഫിറ്റ്സ് ആണ്. ഇവിടെ നമ്മൾ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രയാസങ്ങളും നമുക്ക് നാളെ ഉപകാരപ്പെടുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നേട്ടങ്ങളിലേക്ക് നമ്മൾ എത്തിയില്ല, ഞാനൊന്നും ആയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ നമ്മളെ ഈ ഒരു ലൈഫ് ഈ ദുനിയാവിലെ നമ്മുടെ ജീവിതം നമ്മളെ വല്ലാതെ പ്രഷർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച്
ഒരു ജോബിന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരാകട്ടെ, അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള ആളുകൾ വല്ലാത്തൊരു സ്ട്രഗിളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഞാനൊന്നും ആയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഈ ലോകം വളരെ മത്സരത്തിൻ്റെ ലോകമാണ്. അപ്പോൾ ഈ മത്സരത്തിൻ്റെ ലോകത്തിൽ ഞാൻ ഒന്നും ആയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ വെറും പരാജയമാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള തോന്നലുകൾ ഉള്ളിൽ കടന്ന് വേവുന്ന കുറേ ആളുകളുണ്ട്. യുവതലമുറ പ്രത്യേകിച്ച് ആ മത്സരത്തിനുള്ളിൽ കിടന്ന് വല്ലാതെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ നേട്ടങ്ങൾ ആത്യന്തികമായിട്ടുള്ള നേട്ടങ്ങളല്ല. നമുക്ക് നല്ല ഒരു ലോകം വരാൻ നമ്മളെ പ്രവർത്തനങ്ങളെ ഏറ്റവും നല്ല രൂപത്തിലാക്കുക, നമ്മളെ പ്രയോറിറ്റികളെ നമ്മൾ നിശ്ചയിക്കുക. അതായത് ഈ ലോകം പടച്ചു വിടുന്ന ട്രെൻഡുകൾക്ക് പിന്നാലെ നമ്മൾ ഓടി നമ്മളെ പ്രയോറിറ്റികൾ മാറിപ്പോവാതിരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാണ് നമ്മൾ. സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, നമ്മുടെ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ ഈ ലോകത്തിന് ശേഷമുള്ള നമുക്ക് അവസാനമില്ലാത്ത ആ ലോകത്തിലേക്ക് വേണ്ടിയിട്ടുള്ള അവിടെ നമ്മുടെ വിജയത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇവിടുത്തെ നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ല എന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഉള്ള ഒരു ധൈര്യം നമ്മൾ നേടിയെടുക്കുക. അത്തരത്തിൽ നമ്മളെ പ്രവർത്തനങ്ങൾ നമ്മൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് ആളുകൾ വളരെയധികം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് പ്രത്യാശയുടെ ഒരുപാട് വാക്കുകളുമായിട്ട് വിശുദ്ധ ഖുർആനും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ മടങ്ങുക. അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം ഈ വിഷയത്തിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും.